ഗ്രാമത്തിൽ ഇന്ന് ഇത് മറ്റൊരു അതിശയിപ്പിക്കുന്ന ദിവസമാണ്. മല്ലുദ്ധ മൈതാനത്തിൽ വീരാലാൽ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ വീരനും പിന്നെ വളരെ ധൈര്യം നിറഞ്ഞ ഒരു മനുഷ്യനും ആയിരുന്നു. അദ്ദേഹം ബൽവന്തിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൽവന്ത് ഒരു വശത്തിരിക്കുകയാണ്. അവന്റെ ശരീരം മുഴുവൻ മണ്ണായിരിക്കുകയാണ്. അവൻ വളരെ തളർന്നിരിക്കുകയായിരുന്നു. ദീർഘശ്വാസം വലിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഷടാ ബൽവന്ത്, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല. നിനക്ക് ബലമില്ല. ഇവിടെ നിന്ന് പോയേക്ക്. ഇത് പുരുഷന്മാർ കളിക്കുന്ന കളിയാണ്. അപ്പോഴാണ് ഷാഗർ വേഗം ബൽവന്തിനടുത്തേക്ക് വന്നത്. എന്നിട്ട് അവനെ കൈ കൊടുത്തു പൊക്കിയെടുത്തു. അദ്ദേഹം ബൽവന്തിന്റെ മുഖത്തിനെ തുടച്ചു. ബൽവന്ത്, ഇവിടെ നിന്ന് പോയേക്കാം. ഹീരാലാലിനെ വിജയിക്കുന്നത് പറ്റില്ലാത്ത കാര്യമാണ്. ഓരോ പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ അടുത്ത് കായപ്പെടുന്നു. നമ്മൾ വീട്ടിലേക്ക് പോവാം. ബൽവന്തിന്റെ കണ്ണിൽ നിന്നും ദേഷ്യം കൊണ്ട് കണ്ണീർ വരാൻ തുടങ്ങി. ഓരോ പ്രാവശ്യവും ഇങ്ങനെ തന്നെ നടക്കുന്നു സാഹർ. ഞാൻ എല്ലാ പ്രാവശ്യവും തോൽക്കുന്നു. ഞാൻ എപ്പോഴും ആറിന്റെ അടുത്തും തോൽക്കാതെ എനിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നാൽ നന്നായിരുന്നേനെ. ഹീരാലാൽ ഇപ്പോഴും ബൽവന്തിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാഗർ ബൽവന്തിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ആ തണുപ്പ് നിറഞ്ഞ രാത്രിയിൽ ഗ്രാമത്തിന് വെളിയിലായി ഒരു പഴയ കോവിലുണ്ട്. അവിടെയായിരുന്നു ബൽവന്ത് ഇരുന്നുകൊണ്ടിരുന്നത്. അവൻ തന്റെ വിധി ഓർത്തും ബലഹീനമായ തന്റെ ശരീരം ഓർത്തും വിഷമിച്ചിരിക്കുകയായിരുന്നു. ദൈവമേ, എപ്പോഴും എല്ലാവരുടെ മുൻപിലും എനിക്ക് അവമാനമാണ് കിട്ടുന്നത്. ആരും എന്നെ തോൽപ്പിക്കാൻ പറ്റാതെ എനിക്ക് അങ്ങനെ ഒരു ശക്തി തരണം. ഒരു പ്രാവശ്യം എല്ലാവർക്കും ഞാൻ വിജയിച്ച് കാണിക്കണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ശില്പത്തിൽ നിന്നും ഒരു പ്രകാശം വരാൻ തുടങ്ങി. ബൽവന്ത് ഇത് കണ്ട് പേടിച്ച് പുറകിലോട്ട് നീങ്ങിപ്പോയി. അപ്പോഴാണ് ആ പ്രകാശത്തിൽ നിന്നും പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. ബൽവന്ത്, നീ സത്യസന്ധയായിട്ട് വിളിച്ചത് എനിക്ക് വളരെ സന്തോഷമാണ്. ഇന്നു മുതൽ ഞാൻ നിനക്ക് ഒരു വരം തരാൻ പോകുന്നുണ്ട്. ഇനി നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഏതൊരു മത്സരത്തിലും തോൽക്കില്ല. അത് കേട്ടതും ബൽവന്ത് ചിരിച്ചു. ഇത് നേരാണോ? ഞാൻ എപ്പോഴും തോൽക്കില്ലേ? നന്ദിയുണ്ട് ദൈവമേ. ഇനി ഞാൻ ആരെ കണ്ടും പേടിക്കില്ല. ആ മാന്ത്രിക പ്രകാശം പതുക്കെ പതുക്കെ മായാൻ തുടങ്ങി. ബൽവന്ത് ഉടനെ തന്റെ കൈകളിലേക്ക് നോക്കി. ഉടനെ അവന്റെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു വരികയായിരുന്നു. അടുത്ത ദിവസം ഹീരാലാൽ ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഗ്രാമത്തിലെ ജനങ്ങളോടൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ തന്റെ ബലം കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ബൽവന്ത് അവിടേക്ക് വന്നത്. ഇപ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവൻ നേരെ വന്ന് ഹീരാലാലിന്റെ മുന്നിലായി വന്നു നിന്നു. ഹീരാലാൽ, നിന്റെ ബലത്തിനെ വെച്ച് നീ ഒരുപാട് അഹങ്കാരം കാണിച്ചല്ലേ? വരൂ, ഇപ്പോൾ തന്നെ നമ്മൾ പോട്ടിയിടാം. ഇപ്പോൾ ആരെ കണ്ട് പേടിക്കുന്നു എന്ന് കാണാം. ഗ്രാമത്തിലെ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നിർത്തി. എന്നിട്ട് അതിശയത്തോടെ അവർ ബൽവന്തിനെ നോക്കി. ഹീരാലാൽ താൻ കുടിച്ചുകൊണ്ടിരുന്ന ചായ ഗ്ലാസ് താഴേക്ക് വെച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ എണീറ്റ് നിന്നു. നീ ഇന്നലെ വാങ്ങിച്ച അടി മറന്നുപോയെന്ന് വിചാരിക്കുന്നു ബൽവന്ത്. നീ വീണ്ടും നിന്റെ എലുമ്പുകൾ പൊട്ടിപ്പോണമെന്ന് വിചാരിക്കുന്നു. ശരി, വന്നേക്ക്. കുറച്ചു സമയത്തിന് ശേഷം മല്യുദ്ധ മൈതാനത്ത് ഹീരാലാലും ബൽവന്തും എതിരെതിരിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഗുസ്തി തുടങ്ങിക്കഴിഞ്ഞു. ഹീരാലാൽ ബൽവന്തിന്റെ കഴുത്ത് ഞെരിക്കാനായി അവനെ നോക്കി ഓടിച്ചെല്ലുകയായിരുന്നു. പക്ഷേ ബൽവന്ത് അദ്ദേഹത്തെക്കാളും മിടുക്കനായി മാറി. അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ദൂരേക്കെറിഞ്ഞു. ഹീരാലാൽ പറന്ന് താഴേക്ക് വീണു. വേദന സഹിക്കാൻ വയ്യാതെ നിലവിളിക്കാൻ തുടങ്ങി. എനിക്ക് ഹീരാലാൽ, എന്തു പറ്റി? നീയല്ലേ ഈ ഗ്രാമത്തിലെ ഒരുപാട് ശക്തിയുള്ള മനുഷ്യൻ. ഇപ്പോഴെന്താ പറ്റിയത്? ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഞെട്ടിപ്പോയി. അവർ പേടിച്ച് പുറകിലോട്ട് നീങ്ങി. ബൽവന്ത് ഹീരാലാലിനെ തോൽപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിവർന്നു നിന്നു. ഹീരാലാൽ അതിശയത്തോടെ അവനെ തന്നെ നോക്കിക്കൊണ്ടേ നിൽക്കുകയായിരുന്നു. രാത്രി ബൽവന്ത് തറയിലിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. അവന്റെ അമ്മ പാർവതി ചൂടായി ഓരോ റൊട്ടിയായി ചുട്ടുകൊടുക്കുകയായിരുന്നു. ഗുസ്തിയിൽ ജയിച്ചത് കാരണം ബൽവന്തിനെ കാണാൻ വളരെ സന്തോഷിതനായി കാണപ്പെട്ടു. പക്ഷേ പാർവതിയുടെ മുഖത്ത് യാതൊരു ഭാവവും ഇല്ല. ബൽവന്ത് അവരോട് സംസാരിക്കാനായി ശ്രമിച്ചു. അമ്മേ, നിങ്ങൾ കേട്ടില്ലേ? ഇന്ന് ഞാൻ ഹീരാലാലിനെ ഒറ്റ അടി കൊണ്ട് താഴെ തള്ളിവിട്ടു. ഇനി ഈ മുഴുവൻ ഗ്രാമവും എന്നെ കണ്ട് പേടിക്കും. പാർവതി അവനെ തിരിഞ്ഞു നോക്കി. വളരെ വേദനയോടുകൂടി അവർ തന്റെ മകനെ നോക്കി. എന്നിട്ട് അവന്റെ തോളത്ത് കൈവച്ചു. മോനെ, ഒരു ബലശാലിയായി മാറുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അഹങ്കാരിയായി മാറുന്നത് വളരെ തെറ്റാണ് മോനെ. ബലം എന്നത് എപ്പോഴും മറ്റുള്ളവരെ സംരക്ഷിക്കാനായിരിക്കണം, ഉപദ്രവിക്കാനായിരിക്കരുത്. ബൽവന്തിന് ദേഷ്യം വന്നു. അമ്മ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ എല്ലാവർക്കും മുൻപിലാണ് ഉള്ളത്. എനിക്ക് അഹങ്കാരമെന്ന് പറയുന്നു. ഇനി ഞാൻ ആരുടെ മുൻപിലും തലവണങ്ങാൻ പോകുന്നില്ല.
ബൽവന്ത് ദേഷ്യത്തോടെ തന്റെ റൂമിലേക്ക് എണീറ്റു പോയി. പാർവതി ഇപ്പോഴും വിഷമിച്ച് ഇരിക്കുകയായിരുന്നു. അടുത്ത ദിവസം ചന്ത വളരെ തിരക്കുള്ളതായിരുന്നു. സാഗർ തനിക്ക് വേണ്ടി ഒരു പഴക്കടയിൽ പഴങ്ങൾ വാങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവൻ ബൽവന്തിനെ കണ്ടത്. അവൻ തന്റെ ബലം ഉപയോഗിച്ച് എല്ലാരെയും പേടിപ്പിക്കുകയായിരുന്നു. സാഗർ നേരെ ബൽവന്തിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവന്റെ കൈകളിൽ പിടിച്ചു. ഷെടാ ബൽവന്ത്, നീ എന്താണ് ചെയ്യുന്നത്? നീ അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അവരെല്ലാം നിന്നെ കണ്ട് പേടിക്കുന്നു. നീ എനിക്ക് പഠിപ്പിക്കേണ്ട സാഗർ. ഞാനാണ് ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും മുൻപിലുള്ളത്. ആര് എൻ്റെ മുൻപിൽ വന്നാലും എൻ്റെ മുൻപ് തലവണങ്ങിയാണ് പോകുന്നത്. തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പതുക്കെ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ബൽവന്തിൽ നിന്നും അവർ അകന്നു മാറി. ഇപ്പോൾ ആരും അവന്റെ അടുത്തു നിൽക്കാൻ പോലും ആഗ്രഹിച്ചില്ല. ബൽവന്ത് അതിനെക്കുറിച്ച് ഒട്ടും വിഷമിച്ചില്ല. മുന്നിലോട്ട് നടന്നു ചെന്നു. അന്ന് ബൽവന്ത് കയറ് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് തന്റെ കൈകൾ മോളിഷ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് സാഗർ അവിടേക്ക് വന്നത്. അവന്റെ മുഖത്തെ വെറുപ്പ് നന്നായി കാണാൻ സാധിച്ചു. ബൽവന്ത്, ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് വന്നിട്ടുണ്ട്. നീ മാറിയിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള എല്ലാവരും നിന്നെ ദ്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആരും നിന്നോട് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടില്ല. എന്നെ ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആരുടെ സ്നേഹവും ആവശ്യമില്ലായിരുന്നു. നീ ഒരു നല്ല ചെക്കനായിരുന്നു ബൽവന്ത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ അഹങ്കാരം നീ വിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്നേക്കുമായിട്ട് തനിമയായി മാറിപ്പോവും. ബൽവന്ത് കട്ടിലിൽ നിന്നും എണീറ്റു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന സാഗറിനെ തള്ളിവിട്ടു. ബൽവന്തിന്റെ ഈ പ്രവൃത്തി കണ്ട് സാഗർ വല്ലാതെ വിഷമത്തിലായി. ഇന്ന് നീ നിന്റെ സുഹൃത്തിനെയും ഇഴന്നുപോയി. നിന്റെ അടുത്ത് ബലം ഇരിക്കുന്നു, പക്ഷേ നിന്റെ മനസ്സ് പൂർത്തിയായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് സാഗർ അവിടെ നിന്നും പോയി. അന്ന് രാത്രി കുറച്ചാളുകൾ ഹീറാലാൽ പിന്നെ സാഗറിനോടൊപ്പം മരത്തിനടിയിൽ ചുറ്റിയിരിക്കുകയായിരുന്നു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് ബൽവന്തും അവരോടൊപ്പം സംസാരിക്കാനായി അവിടേക്ക് വന്നത്. പക്ഷേ ബൽവന്തിനെ കണ്ടതും തന്നെ എല്ലാരും വളരെ നിശബ്ദരായി മാറി. വരൂ കൂട്ടുകാരുകളെ, ഇവിടെ അഹങ്കാരം പിടിച്ച ബൽവന്ത് വന്നിട്ടുണ്ട്. ഇവനോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം വീട്ടിലേക്ക് പോവാം. അതെ, തൻ്റെ വയസ്സിനേക്കാളും അഹങ്കാരം പിടിച്ചവനോട് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ആവശ്യമില്ലായിരുന്നു. ഒറ്റ ക്ഷണം കൊണ്ട് എല്ലാരും അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ബൽവന്ത് അവിടെ തനിച്ച് നിൽക്കുകയായിരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? ഞാൻ എല്ലാവരിനേക്കാളും ബലം വാய்ந்தവനല്ലേ? എന്നാലും എന്തിനാ എന്നോട് ആരും സംസാരിക്കാത്തത്? ബൽവന്ത് തന്റെ കൈകളിലേക്ക് നോക്കി. ഈ കൈകളിൽ എല്ലാ ഗുസ്തിയും ജയിക്കാനുള്ള ശക്തി എനിക്കുണ്ട്. പക്ഷെ ഒരു കൂട്ടുകാരനെ പോലും ചേർത്ത് പിടിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അന്ന് രാത്രി പാർവതി കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവർക്ക് തണുത്തു വിറയ്ക്കുകയായിരുന്നു. ശ്വാസം വലിച്ചുകൊണ്ടിരുന്നു, ചുമച്ചുകൊണ്ടും ഇരുന്നു. അപ്പോഴാണ് ബൽവന്ത് അവിടേക്ക് വന്നത്. തന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നത് അവന് മനസ്സിലായി. അമ്മേ, നിങ്ങൾക്ക് ഒരുപാട് പനിയായിട്ടുണ്ട്. ഞാൻ ചെന്ന് ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. ബൽവന്ത് ഡോക്ടറിനെ വിളിക്കാനായി വീട്ടിൽ നിന്നും വേഗം പുറപ്പെട്ട് ഓടി വന്നു. ബൽവന്ത് അവിടെ നിന്നും ഡോക്ടറിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. അവൻ ഡോക്ടറിനോട് സഹായം ചോദിക്കാനായി ഡോക്ടറിന്റെ വീടിന്റെ കതക് തട്ടുകയായിരുന്നു. ഡോക്ടർ സർ, വേഗം പുറത്തു വരണം. എൻ്റെ അമ്മയ്ക്ക് അസുഖം പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ കതകിനടുത്തുണ്ടായിരുന്ന ജനാലയുടെ കതക് പതുക്കെ തുറന്നു. അദ്ദേഹം വളരെ ദേഷ്യത്തിലായിരുന്നു. ഇവിടെ നിന്ന് പോയേക്ക് ബൽവന്ത്. ഇന്നലെ മാർക്കറ്റിലെ എൻ്റെ മോനെ നീ അടിച്ചല്ലേ? അതും അവൻ അറിയാതെ നിന്റെ മേലെ കൊണ്ടത് കാരണം നിന്നെ പോലെ അഹങ്കാരിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. നിന്റെ ബലം വെച്ചിട്ട് നിന്റെ അമ്മേനെ ശരിയാക്കിക്കോ. ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ ജനാലയുടെ കതകുകൾ മൂടി. എന്നെ ദയവായിട്ട് സഹായിക്കൂ ഡോക്ടർ സർ. എൻ്റെ അമ്മയുടെ അവസ്ഥ ഒരുപാട് മോശമാണ്. ഡോക്ടർ അതിന് ഒരു മറുപടിയും നൽകിയില്ല. ഇത് കണ്ടതും ബൽവന്തിന് വല്ലാതെ വിഷമമായി കരഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി, ഇങ്ങനെയുള്ള ഒരു ബലം അവന് അങ്ങനെയുള്ള മര്യാദ നൽകിയില്ല എന്ന്. അവൻ എന്താഗ്രഹിച്ചോ അത്. പിന്നെ ഒരു ക്ഷണം പോലും അവിടെ നിന്നില്ല. അവിടെ നിന്നും അവൻ പുറപ്പെട്ടു പോയി. നേരെ ബൽവന്ത് അതേ ക്ഷേത്രത്തിലേക്ക് ഓടി. അവിടെയാണ് അവന്റെ ആഗ്രഹം സഫലമായത്. അവൻ അവിടെ ഉണ്ടായിരുന്ന ശില്പത്തിന് മുന്നിൽ നിന്ന് തല കുനിഞ്ഞു വണങ്ങി. ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു വരം ആവശ്യമില്ല. എനിക്ക് ഈ ബലം ആവശ്യമില്ല. ഇത് എനിക്ക് കിട്ടിയ ശാപമാണ്. ഇത് എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അമ്മയുടെ ആരോഗ്യം, എൻ്റെ സുഹൃത്ത്, പിന്നെ ഈ ഗ്രാമത്തിനും എൻ്റെ അടുത്ത് നിന്ന് തനിയാക്കി. വീണ്ടും ഒരു പ്രാവശ്യം ആ ക്ഷേത്രത്തിലെ ശില്പത്തിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വന്നു. ബൽവന്ത്, നിനക്ക് തോൽവിന്ന ഒരു കാര്യമേ ഇല്ല. പിന്നെ നീ എന്തിനാ കരയുന്നത്? നീ എല്ലാ മത്സരത്തിലും വിജയിച്ചല്ലേ? ഇല്ല ദൈവമേ, ഞാൻ എല്ലാ മത്സരത്തിലും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതം എന്ന മത്സരത്തിൽ ഞാൻ തോറ്റുപോയി. എനിക്ക് ഈ ബലം ആവശ്യമില്ല. ഇത് നല്ലതാണ്.
നിനക്ക് ശരിക്കുമുള്ള ജ്ഞാനം കിട്ടിയിട്ടുണ്ട് ബൽവന്ത്. പോകൂ, നിന്റെ അമ്മയ്ക്ക് ശരിയായി പോവും. അതിനുശേഷം ആ പ്രകാശം മായാൻ തുടങ്ങി. ബൽവന്ത് എണീറ്റു. എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറഞ്ഞു. ഇപ്പോൾ അവൻ അവനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ തുടങ്ങി. എങ്ങനെയാണോ അവൻ ഇരുന്നത് അങ്ങനെ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ മല്ലയുദ്ധ മൈതാനം ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സാഗറും പാർവതിയും അവിടെ നിൽക്കുകയായിരുന്നു. പാർവതി ഇപ്പോൾ കാണാൻ വളരെ സന്തോഷവതിയും ആരോഗ്യവതിയുമായിരുന്നു. ബൽവന്ത് മൈതാനത്തിനകത്ത് നിൽക്കുകയായിരുന്നു. അവൻ ഹീരാലാലിന് അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ഇത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുകയായിരുന്നു. എന്നെ ക്ഷമിച്ചേക്കൂ. എൻ്റെ അഹങ്കാരം കാരണം നിങ്ങളെയും മറ്റുള്ളവരെയും ഞാൻ അവമാനിച്ചു. ഇന്ന് ഞാൻ ഇവിടെ ആരെയും തോൽപ്പിക്കാനല്ല, എൻ്റെ പഴയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് വന്നതാണ്. ഒരു കുഴപ്പമില്ല ബൽവന്ത്. നിനക്ക് നീ ചെയ്ത തെറ്റുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. വരൂ, ഒരു വലിയ കുസ്തി ചെയ്യാം. രണ്ടുപേരും വീണ്ടും ഒരു പ്രാവശ്യം ഗുസ്തിയിട്ടു. ഹീരാലാൽ വേഗം ബൽവന്തിനെ താഴേക്ക് തള്ളിയിട്ടു. അദ്ദേഹം ആ ഗുസ്തിയിൽ ജയിച്ചു കഴിഞ്ഞു. തോറ്റതിന് ശേഷം പോലും ബൽവന്തിന്റെ മുഖത്ത് സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നേർമയ്ക്ക് കിട്ടിയ പരാജയമാണ്. നിങ്ങളുടെ അടുത്ത് തോറ്റത് കാരണം എനിക്ക് ഒട്ടും വിഷമമില്ല. അപ്പോഴാണ് സാഗർ അവിടേക്ക് വന്നത്. എൻ്റെ പഴയ സുഹൃത്ത് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി കൈയടിച്ചു. അവർ സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ബൽവന്തിന് യഥാർത്ഥ ബലം എന്താണെന്നുള്ളത് മനസ്സിലായി. ഇതോടുകൂടി നമ്മുടെ കഥയും അവസാനിക്കുകയാണ്.